ശിവൻ പ്രാധാന്യത്തിൽ വിശ്വത്തിൽ തമോ ഗുണത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഭാഗവത അവതാരമാണ് ശിവൻ. രക്ഷാധിപനായ കുബേരൻ ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹവും ഭഗവത് പ്രതിനിധി തന്നെ. പ്രകൃതി വിഭവങ്ങൾ സമൃദ്ധമായൊരു പർവ്വതമാണ് മേരു. ശ്ലോകം 24. പുരോദസാം ച മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. പുരോദസ ച മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സാരസാസ്മി സാഗര. പുരോദസാം ച മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സാരസാസ്മി സാഗര. പാർത്ഥ, ഹേ പാർത്ഥ, മാം എന്നെ, പുരോദസ ച പുരോദസുക്കളുടെയും പുരോഹിതന്മാരുടെയും മുഖ്യനായ ബൃഹസ്പതി എന്ന് വിധി അറിയുക. സേനാനീന സേനകളിൽ വെച്ച് അഹം ഞാൻ, സ്കന്ദ കാർത്തികേയനാകുന്നു. സരസുകളിൽ ജലസംഭരണിയിൽ വെച്ച് സാഗരവും അസ്മി ഞാനാകുന്നു. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രസിദ്ധനായ ബൃഹസ്പതിയും സേനാധിപന്മാരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ ജയ്. സ്വർഗാലോകാധിപനായ ദേവരാജാവായ ഇന്ദ്രൻ, അദ്ദേഹം വാഴുന്ന ഗ്രഹമാകട്ടെ ഇന്ദ്രലോകം എന്ന് പറയപ്പെടുന്നു. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. ഇന്ദ്രൻ രാജാതിരാജനാകയാൽ ബൃഹസ്പതി പുരോഹിത ശ്രേഷ്ഠനുമായി. ശിവന്റെയും പാർവതിയുടെയും പുത്രനായ സ്കന്ദൻ അഥവാ കാർത്തികേയനാണ് സേനാധിപതിൽ ശ്രേഷ്ഠൻ. ജലാശയങ്ങളിൽ വെച്ച് മഹത്താകുന്ന സമുദ്രം. കൃഷ്ണന്റെ ഈ പ്രാതിനിധ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 25. മഹർഷീണാം ഹൃരഹം ഗിരാം ഏകമക്ഷരം ജ്ഞാനാം ജപയജ്ഞോ അസ്മി സ്ഥാവരാണാം ഹിമാലയാം. മഹർഷീണാം ഹൃരഹം ഗിരാസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോ അസ്മി സ്ഥാവരാണാം ഹിമാലയാം. മഹർഷീണാം ഹൃരഹം ഗിരാസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോ അസ്മി സ്ഥാവരാണാം ഹിമാലയാം. അഹം ഞാൻ, മഹർഷിയിൽ വെച്ച് ഭൃഗുവാകുന്നു. ഗിരാം സ്പന്ദങ്ങളിൽ വെച്ച് ഏകമായ അക്ഷരം ഓങ്കാരം അല്ലെങ്കിൽ പ്രണവം. അസ്മി ഞാനാകുന്നു. യജ്ഞങ്ങൾ വെച്ച് ജപയജ്ഞം അസ്മി ഞാനാകുന്നു. സ്ഥാവരങ്ങൾ വെച്ച് ഹിമാലയ പർവ്വതവും ഞാനാകുന്നു. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങൾ വാക്കുകളിൽ അഹോദികമായ ഓങ്കാരവും, യജ്ഞങ്ങളിൽ തിരുനാമ ജപവും, സ്ഥാപനങ്ങളിൽ ഹിമാലയവും ഞാനാകുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ ജയ്. പ്രപഞ്ചത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് വിവിധ വർഗത്തിൽപ്പെട്ട ജീവജാലങ്ങളെ ഉത്പാദിപ്പിക്കുന്നതിന് ഏതാനും പുത്രന്മാരെ സൃഷ്ടിച്ചു. ഇവരിൽ ഏറ്റവും പ്രഭാവശാലിയായ ഋഷിയാണ് ഭൃഗു. ആധ്യാത്മിക സ്പന്ദനങ്ങളിൽ ഓങ്കാരം കൃഷ്ണന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. യജ്ഞങ്ങൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൃഷ്ണന്റെ പരിപാവനമായ പ്രാതിനിധ്യമാണ്. ചില യജ്ഞങ്ങളിൽ ജന്തുഹിംസ പതിവുണ്ട്. ഈ ജപയജ്ഞത്തിലാകട്ടെ ഹിംസയുടെ പ്രശ്നമേ ഇല്ല. ഏറ്റവും ലളിതവും പൗത്രവുമാണ് ഈ യജ്ഞം. ലോകത്തിന്റെ സമുത്കൃഷ്ടമായതെന്തും കൃഷ്ണന്റെ പ്രതീകം തന്നെ. അത്യുന്നതമായ ഹിമാലയവും അദ്ദേഹത്തിന്റെ പ്രഭാവംശമാണ്. മേരുപർവ്വതത്തെ പറ്റി മുൻപ് പറഞ്ഞുവല്ലോ. മേരുവിന് ചിലപ്പോൾ ചലനമുണ്ട്, ഹിമാലയത്തിനില്ല. ഈ നിലയിൽ മേരുവിനേക്കാൾ വലുതാണ് ഹിമാലയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജിക്ക് മനസ്സിലായെന്ന് പറയാമോ മാതാജി? ഹരേ കൃഷ്ണ. ഒരുപാടൊന്നും എനിക്ക് അറിയില്ല പ്രഭു, എന്നാലും കുറച്ച് ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 23-ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നത്, രുദ്രന്മാരിൽ ഭഗവാൻ ശിവനാകുന്നെന്നും യക്ഷന്മാരിലും രാക്ഷസന്മാരിലും കുബേരനും ഭഗവാനാണെന്നും അഷ്ടവസുക്കൾ അഗ്നിയും ഭഗവാനാണെന്നും പർവ്വതങ്ങൾ മേരു പർവ്വതവും ഭഗവാനാണെന്നുമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നമ്മളോട് അർജുനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഈ അധ്യായത്തിൽ അർജുനന് ദിവ്യമായ വിഭൂതികളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഏറ്റവും ശ്രേഷ്ഠവും പ്രതാപശാലിയുമായ കാര്യങ്ങൾ എല്ലാം ഭഗവാന്റെ അംശമാണെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നുണ്ട് അത് ഏറ്റവും മംഗളകാരിയായ ശിവന് ഭഗവാൻ തന്നെയാണെന്നും പറയുന്നുണ്ട്. ഐശ്വര്യവും ധനത്തിന്റെ ഉടമയായ കുബേര ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ വിഭാഗത്തിലും പ്രബലമായ ശക്തി ഭഗവാന്റെ വിഭൂതി തന്നെയാണ് എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തമോ ഗുണത്തിന്റെ ആധിപത്യം വഹിക്കുന്ന അവതാരമാണ് ശിവ ഭഗവാൻ എന്നും ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടത് ഭഗവാൻ അർജുനോട് തന്റെ വിഭൂതി യോഗത്തെ കുറിച്ച് പറയുന്നതാണ് 24-ാമത്തെ ശ്ലോകത്തില്. പിന്നെ പുരോഹിതന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും ദേവഗുരുവുമായ ബൃഹസ്പതിയും ഭഗവാനാണ്. ദേവസേനാധിപനായ സ്കന്ദനും ഭഗവാൻ തന്നെയാണ്. മഹത്തായ സമുദ്രവും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എവിടെയാണോ ശക്തിയും ശ്രേഷ്ഠതയും കാണുന്നത് പിന്നെ അത് എല്ലാം ഭഗവാന്റെ വിഭൂതിയാണെന്നും എല്ലാം ഭഗവാൻ തന്നെയാണെന്നും ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ.